സന്തോഷത്തോടെ അടുത്ത് നിൽക്കുന്ന ആളെ നോക്കി ഒരു സ്തുതി കൊടുത്തേ. ഈശോ മിശിഹായിക്ക് സ്തുതി ആയിരിക്കട്ടെ. ഒരു ഷെയ്ക്കാൻ്റെ കൊടുത്തിട്ട് പറഞ്ഞേ, ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന്. 3 പ്രാവശ്യം പറഞ്ഞേ, ദൈവമാണ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതെന്ന്. ഇരിക്കാം. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ് ഓർക്കേണ്ടത്? പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നവരെപ്പോഴും ശ്രവിക്കുന്ന ഒരു ഹൃദയത്തോടു കൂടി വേണം പ്രാർത്ഥിക്കാൻ. സ്വരമേർത്തി പറഞ്ഞ ആമേൻ ഹല്ലേലൂയ. ഇത് നമ്മൾ കാണുന്നത് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ നമ്മൾ കാണുകയാണ്. പരിശുദ്ധ അമ്മ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1:38 നമ്മൾ വായിക്കുന്നുണ്ട്. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. അപ്പോൾ ദൂതൻ അവളുടെ മുമ്പിൽ നിന്ന് മറഞ്ഞു. അതായത് ഒരു ദൈവദൂതൻ ദൂതുമായി നമ്മുടെ അടുത്തുണ്ട്. ആമേൻ. പരത്തേരം ഉയർത്തി പറഞ്ഞ ആമേൻ ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന എല്ലാ ദൈവമക്കളുടെയും അടുത്ത് സ്വർഗം വിട്ടിരിക്കുന്ന ഒരു ദൂതനുണ്ട്. ഒരു ദൂത് തരാൻ പോവുക. ആമേൻ ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ഒരു സന്ദേശം എത്തിക്കാൻ പോവുക. ആമേൻ ഹല്ലേലൂയ. അത് പ്രാർത്ഥിക്കുന്നവർക്കാണ് ദൈവം ആ സന്ദേശം എത്തിച്ചു തരുന്നത്. അപ്പോൾ അത് ശ്രവിക്കാനുള്ള ഒരു ഹൃദയവും കൂടെ നമുക്ക് വേണം. ആമേൻ ഹല്ലേലൂയ. അപ്പം പ്രാർത്ഥിക്കണം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾക്ക് എന്തും കൂടെ വേണം? ഈ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പ്രവർത്തിക്കുകയാകയാൽ ദൈവം എന്താണ് എന്നോട് പറയുന്നതെന്ന് ശ്രവിക്കാനുള്ള ഒരു ഹൃദയവും കൂടെ എനിക്ക് വേണം. ആമേൻ ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. അതാ പ്രിയപ്പെട്ടവരെ, അതാണ് ഒരു വിശ്വാസത്തിൻ്റെ ആഴപ്പെടലിൽ നിന്നുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത്. അതാണ് വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന. അത് ഒന്നാമത്തെ കാര്യം ഇതാണ്. വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു ദൈവത്തെ ശ്രവിക്കാൻ ഉള്ള ഒരു ഹൃദയമുണ്ടായിരിക്കും. ആമേൻ ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഹൃദയം കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും ഹൃദയം കൊണ്ട് നമ്മളെപ്പോഴും ദൈവത്തെ ശ്രവിച്ചുകൊണ്ടേയിരിക്കണം, ദൈവത്തെ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കണം. ആമേൻ ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇതാണ് ഒന്നാമത്തെ കാര്യം. അതാണ് സിസ്റ്റർ പറഞ്ഞത്. പ്രാർത്ഥിക്കുമ്പോൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കുമ്പോൾ എന്ത് ചെയ്യണം? വിശ്വാസത്തിൽ വളർന്നു നിന്നുള്ള, ആത്മീയ ജീവിതത്തിൽ വളർന്നു നിന്നുള്ള ഒരു പ്രാർത്ഥനയാണെങ്കിൽ ആ വ്യക്തിയുടെ പ്രാർത്ഥനയോടൊപ്പം എന്തും കൂടെ ഉണ്ടാവും? ദൈവത്തെ പൂർണ്ണമായിട്ട് ശ്രവിക്കുന്ന ഒരു ഹൃദയം കൂടെ അവിടെ ഉണ്ടാകും. അതാണ് ഒന്നാമത്തെ കാര്യം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നവരോടൊക്കെ ദൈവം സംസാരിക്കും. ആമേൻ ഹല്ലേലൂയ. വലത്തേരം ഉയർത്തി പറഞ്ഞേ ആമേൻ ഹല്ലേലൂയ. പ്രാർത്ഥിക്കുമ്പോഴെല്ലാം ദൈവം നമ്മളോട് സംസാരിക്കും. ആമേൻ ഹല്ലേലൂയ. എന്നാൽ ഇത് മനസ്സിലാകാത്തത് കൊണ്ട് നമുക്ക് ശ്രവിക്കാൻ പറ്റാതെ പോകുന്നു, ദൈവത്തെ ശ്രവിക്കാൻ പറ്റാതെ പോകുന്നു. ആമേൻ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, രണ്ടാമതായിട്ട് വിശ്വാസത്തോടെ നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കരങ്ങൾ വിരിച്ച് പിടിക്കുമ്പോൾ നമുക്ക് എന്തുണ്ടാകണം? ഒന്ന്, ദൈവത്തെ ശ്രവിക്കുന്ന ഒരു ഹൃദയത്തോടു കൂടി ആയിരിക്കണം കരങ്ങൾ ഏത് നിയോഗത്തിന് വേണ്ടിയിട്ടും ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വിരിച്ച് പിടിക്കേണ്ടത്. അതുപോലെ 2, ഒരു ഹൃദയത്തുറവിയോട് കൂടി വേണം നമ്മൾ കരങ്ങൾ വിരിച്ച് പിടിച്ച് നിൽക്കാൻ. ഹല്ലേലൂയ. എങ്ങനെ നിൽക്കണം? ഹൃദയത്തുറവി. തിരുവചനം നമ്മൾ കാണുകയാണ്. തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. ഞങ്ങളുടെ വാക്കുകൾ കേട്ടവരുടെ കൂട്ടത്തിൽ തിയാത്തീറ പട്ടണത്തിൽ നിന്ന് വന്ന പട്ടുവിൽപ്പനക്കാരിയും ദൈവഭക്തിയുമായ ലിദിയ എന്ന സ്ത്രീയും ഉണ്ടായിരുന്നു. പൗലോസ് പറഞ്ഞ കാര്യങ്ങൾ സ്വീകരിക്കാൻ കർത്താവ് അവളുടെ ഹൃദയം തുറന്നു കൊടുത്തു. ആമേൻ ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. ഒരു ഷെയ്ക്കാൻ്റെ കൊടുത്തിട്ട് പറഞ്ഞേ, കർത്താവ് പറയുന്ന കാര്യങ്ങൾ ഗ്രഹിക്കാൻ നമ്മുടെ ഹൃദയം തുറക്കപ്പെടട്ടെ എന്നൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ടൊന്ന് പറഞ്ഞേ. കർത്താവ് പറയുന്ന കാര്യങ്ങൾ ഗ്രഹിക്കാൻ, അല്ലെ, ശ്രവിക്കാൻ എന്തുണ്ടാകണം? ഹൃദയം തുറക്കണം. ആമേൻ ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. അതാണ് സിസ്റ്റർ പറഞ്ഞത്. പ്രാർത്ഥിക്കുമ്പോൾ ദൈവം സംസാരിക്കുന്ന നിമിഷമാണ്. അത് കേൾക്കണം. അത് കേൾക്കണമെങ്കിൽ രണ്ടാമതായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? എൻ്റെ ഹൃദയം എൻ്റെ ദൈവത്തിൻ്റെ മുൻപിൽ ഞാൻ തുറന്നു വെച്ചിരിക്കുകയാണോ?
ആമേൻ. സ്വരമുയർത്തി ആമേൻ. ഹല്ലേലൂയ. സങ്കീർത്തനത്തിലാണ് നമ്മളത് വായിക്കുന്നത്. ഞാൻ എൻ്റെ ഉടമ്പടി ലംഘിക്കുകയില്ല. ഉറക്കെ പറഞ്ഞേ, ഞാൻ എൻ്റെ ഉടമ്പടി ലംഘിക്കുകയില്ല. കൃഷ്ണതയോടെ കരങ്ങൾ ഉയർത്തി പറഞ്ഞേ, ആരാ അത് പറയുന്നത്? ഞാൻ എൻ്റെ ഉടമ്പടി ലംഘിക്കുകയില്ല എന്ന് പറയുന്ന ആരാ? ദൈവമായ കർത്താവ് നമുക്കൊരു വലിയ ഉറപ്പുള്ള വാഗ്ദാനം തരികയാണ്. എന്താണ് ആ വാഗ്ദാനം? ഞാൻ നിന്നോട് ചെയ്തിരിക്കുന്ന, നിങ്ങളോട് ചെയ്തിരിക്കുന്ന ഒരു ഉടമ്പടിയും ലംഘിക്കുകയില്ല. പിന്നെയോ, ഞാൻ ഉച്ചരിച്ച വാക്കിന്, പറഞ്ഞേ, ഞാൻ ഉച്ചരിച്ച വാക്കിന് വ്യത്യാസം വരുത്തുകയില്ല. വ്യത്യാസം വരുത്തുകയില്ല. ആമേൻ. ഹല്ലേലൂയ. പറഞ്ഞേ, ഞാൻ എൻ്റെ ഉടമ്പടി ലംഘിക്കുകയില്ല. ഞാൻ എൻ്റെ ഉടമ്പടി ലംഘിക്കുകയില്ല. ഞാൻ ഉച്ചരിച്ച വാക്കിന്, ഞാൻ ഉച്ചരിച്ച വാക്കിന് വ്യത്യാസം വരുത്തുകയില്ല. വ്യത്യാസം വരുത്തുകയില്ല. ഞാൻ ഉച്ചരിച്ച വാക്കിന്, ഞാൻ ഉച്ചരിച്ച വാക്കിന് വ്യത്യാസം വരുത്തുകയില്ല. വ്യത്യാസം വരുത്തുകയില്ല. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിച്ചപ്പോൾ, ദൈവം സംസാരിച്ചപ്പോൾ എന്താണോ നമ്മൾ കേട്ട വാക്ക്, ആ വാക്ക് അതെ 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 എന്ന് തന്നെയായിരിക്കും. അതാണ് പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. ബുദ്ധിയായോ? ഉറപ്പായോ? ഉറപ്പായോ? അപ്പൊ തമ്പുരാൻ ചിലപ്പോൾ നമ്മളോട് പറയായിരിക്കും, എൻ്റെ പൊന്നുമോളെ, നിന്നെ ഞാൻ ഉപേക്ഷിക്കുകയില്ല, അല്ലേ? എന്തെല്ലാം കാര്യങ്ങൾ എന്തുണ്ടോ? വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 24:45 ഇങ്ങനെ പറയുകയാണ്, വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കുവാൻ തക്കവിധം അവൻ അവരുടെ മനസ്സ് തുറന്നു കൊടുത്തു. അപ്പൊ ആരാ തുറന്നു തരേണ്ടത്? നമ്മൾ കരങ്ങൾ വിരിച്ച് ദൈവത്തെങ്കിലേക്ക് നിൽക്കുമ്പോൾ, കരങ്ങൾ ഉയർത്തി ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ ആരാണ് പ്രവർത്തിക്കുന്നത്? ദൈവം പ്രവർത്തിക്കുന്നു. ആരാണ് ഹൃദയം തുറന്നു തരുന്നത്? ആരാണ് സ്വരം കേൾപ്പിക്കുന്നത്? ആരാണ് ആ സ്വരം കേൾക്കാൻ കൃപ തരുന്നത്? ദൈവമാണ്. വലത്തുകര ഉയർത്തി ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ജോബിന്റെ പുസ്തകം 22:28 വളരെ മനോഹരമായ ശക്തമായൊരു വചനം പറയുകയാണ്, നീ തീരുമാനിക്കുന്ന കാര്യം നിനക്ക് സാധിച്ചു കിട്ടും. ആമേൻ. ആമേൻ. വലത്തുകരം ഉയർത്തിയ വചനം എന്ന് പറഞ്ഞേ, നീ തീരുമാനിക്കുന്ന കാര്യം, നീ തീരുമാനിക്കുന്ന കാര്യം നിനക്ക് സാധിച്ചു കിട്ടും. നിന്റെ പാതകൾ പ്രകാശിതമാകും. നിന്റെ പാതകൾ പ്രകാശിതമാകും. ആമേൻ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, മോശ എന്ത് തീരുമാനിച്ച ഇസ്രായേൽ ജനത്തിന്റെ അടുത്തേക്ക് ചെന്നത്? ദൈവത്തിന്റെ കൽപ്പന സ്വീകരിച്ചുകൊണ്ടാണ് ചെന്നത്. എന്ത് കൽപ്പനയാണ് സ്വീകരിച്ചത്? ദൈവത്തെ ആരാധിക്കാൻ ദൈവത്തിന്റെ ജനത്തെ വിട്ടുകിട്ടണം. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ജനത്തിന് ദൈവത്തെ ആരാധിക്കുന്നതിന് തടസ്സമായിട്ടുള്ള എല്ലാത്തിൽ നിന്നും ദൈവജനം വിമോചിതരാകണം. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. അപ്പൊ മോശ ഈ ഫറവോന്റെ അടുത്തേക്ക് ചെല്ലുന്നത് എന്തിനു വേണ്ടിയായിരുന്നു? ദൈവജനത്തെ ദൈവാരാധനയ്ക്ക് വേണ്ടി വിട്ടുകിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു. അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, നീ തീരുമാനിച്ചിരിക്കുന്ന കാര്യം ദൈവത്തിൻ്റെ പദ്ധതിയാകയാൽ, നീ തീരുമാനിച്ചിരിക്കുന്ന കാര്യം ദൈവത്തിൻ്റെ ഹിതമാകയാൽ നീ എന്ത് ചെയ്യും? അത് നീ നേടിയെടുക്കും, സാധിച്ചെടുക്കും. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വലത്തേറും ഉയർത്തി ഒന്നും കൂടെ പറഞ്ഞേ, നീ തീരുമാനിക്കുന്ന കാര്യം നിനക്ക് സാധിച്ചു കിട്ടും. നിന്റെ പാതകൾ പ്രകാശിതമാകും. പ്രകാശിതമാകും. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് നീ തീരുമാനിക്കുന്ന കാര്യങ്ങൾ സാധിച്ചു കിട്ടുന്നത്? എന്തുകൊണ്ടാണ് നിന്റെ ജീവിതത്തിന്റെ പാതകൾ സുന്ദരമാകുന്നത്, മനോഹരമാകുന്നത്? വചനം പറയുന്നു, 2 മക്കവയർ 8:18. 2 മക്കവയർ 8:18. അവൻ വീണ്ടും പറഞ്ഞു, അവർ ആയുധത്തിലും സാഹസകൃത്യങ്ങളിലും ആശ്രയിക്കുന്നു. നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ലോകം മുഴുവനെ തന്നെയും അങ്കുലിചലനം കൊണ്ട് തറപറ്റിക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിലാണ് ഞാൻ പ്രത്യാശ അർപ്പിച്ചിരിക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. നീ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിനക്ക് സാധിച്ചു കിട്ടുമെന്നും നിന്റെ ജീവിതത്തിന്റെ പാതകൾ അത് പ്രകാശിതമായിരിക്കുമെന്നും പറയുമ്പോൾ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് വചനം പറയുകയാണ്. എന്തുകൊണ്ടാണ്? നിന്റെ ആശ്രയം മുഴുവനും എവിടെയാ? ദൈവത്തിലാ. അതുകൊണ്ടോ, ആയുധത്തിലോ സാഹസകൃത്യങ്ങളിലോ ഈ ലോകത്തിൻ്റെതായ ഒരു ശക്തിയിലുമല്ല നീ ആശ്രയിക്കുന്നത്, മറിച്ച് ആരിലാ? സർവശക്തനായ ദൈവത്തിലാ. ഈ ദൈവത്തെക്കുറിച്ച് വചനം പറയുകയാണ്, നിനക്കെതിരെ, നമുക്കെതിരെ വരുന്ന ദുഷ്ടശത്രുക്കളെയും ലോകം മുഴുവനെ തന്നെയും
ലോകം മുഴുവനെ തന്നെയും, ഏത് തിന്മയുടെ ശക്തികളെയും ലോകം മുഴുവനെ തന്നെയും അങ്കുലചലനം കൊണ്ട് തറപറ്റിക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിലാണ് ദൈവവൈതലെ നമ്മൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് നിന്നെ ദൈവം നിയോഗിച്ചിരിക്കുന്ന കാര്യം നീ നേടിയെടുക്കുമെന്ന് പറയുന്നത്. ഹല്ലേലൂയ. മോശ നേടിയെടുത്തു. വചനം പറയുകയാണ്, നിയമാവർത്തനത്തിന്റെ പുസ്തകം 28:7 കർത്താവ് പറയുകയാണ്, നിനക്കെതിരെ വരുന്ന ശത്രുക്കളെ. നമ്മൾ പ്രാർത്ഥിക്കുന്നു, നടക്കുന്നില്ല. നമ്മൾ ആഗ്രഹിക്കുന്നു, സാധിച്ചു കിട്ടുന്നില്ല. നമ്മൾ ആകെ നിരാശയിലേക്ക് പോകുന്നു, സങ്കടപ്പെടുന്നു. എത്ര നാളായി ഞാൻ പ്രാർത്ഥിക്കുന്നു, എന്നിട്ട് കാര്യങ്ങൾ നടക്കുന്നില്ലല്ലോ. തടസ്സങ്ങളാണല്ലോ, പ്രതിസന്ധികളാണല്ലോ, പ്രശ്നങ്ങളാണല്ലോ, ശത്രുക്കളാണല്ലോ എന്നൊക്കെ വിചാരിച്ച് നമ്മൾ സങ്കടപ്പെടാതെ, നിരാശപ്പെടാതെ, പ്രിയപ്പെട്ടവരെ, വചനം ഹൃദയത്തിലേക്ക് എടുക്കുക. കർത്താവിൻ്റെ സ്വരം എൻ്റെ ഹൃദയത്തിലേക്ക് കേൾക്കുക. എന്താണത് കണ്ടോ? നിയമാവർത്തനം 28:7 പ്രകാരം പറയുകയാണ്, നിനക്കെതിരെ വരുന്ന ശത്രുക്കളെ നിന്റെ മുൻപിൽ വെച്ച് തന്നെ ഞാൻ തോൽപ്പിക്കും. നിനക്കെതിരായി അവർ ഒരു വഴിയിലൂടെ വരും, 7 വഴിയിലൂടെ പലായനം ചെയ്യും. ഹല്ലേലൂയ. വലത്തുകരമുയർത്തിക്കേ. നമ്മുടെ കാര്യങ്ങൾ, നമ്മൾ ആഗ്രഹിച്ചിട്ട് നടക്കാത്ത കാര്യങ്ങൾ, നമ്മൾ പ്രാർത്ഥിച്ചിട്ട് കിട്ടാത്ത കാര്യങ്ങൾ, അവിടെയൊക്കെ മുൻപിൽ മോശ ഇസ്രായേൽ ജനത്തിന് വേണ്ടിയിട്ട് ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവനായിട്ട് കടന്നു ചെന്നപ്പോൾ, പ്രിയപ്പെട്ടവരെ, അങ്ങ് ചെന്നയുടനെ ഇസ്രായേൽ ജനത്തെയും കൂട്ടി ഇങ്ങ് പോരാൻ പറ്റിയില്ല. ചെന്നയുടനെ ആരാധന തുടങ്ങാൻ പറ്റിയില്ല. എന്തുമാത്രം പ്രതിസന്ധികളിലൂടെ പറവോയോടും പറവയുടെ സൈന്യത്തോടും പോരാടിക്കഴിഞ്ഞപ്പോഴാണ് ആ തിന്മ അവിടെ നിന്ന് വിട്ടുപോയത്. ആമേൻ. ഹല്ലേലൂയ. വലത്തുകര ഉയർത്തി നമുക്ക് വചനം പറയാം, നിനക്കെതിരെ വരുന്ന, അതായത് നിന്റെ ആഗ്രഹങ്ങള്, നിന്റെ പദ്ധതികള്, ദൈവത്തിൽ നിന്ന് നീ ഏറ്റെടുത്തിരിക്കുന്ന നിന്റെ ഉത്തരവാദിത്തങ്ങൾ, നിന്റെ കുടുംബത്തിൻ്റെതാകട്ടെ, സമൂഹത്തിൻ്റെതാകട്ടെ, എന്തുമാകട്ടെ, അതിനെതിരെ വരുന്ന ഏത് പ്രതിസന്ധികളെയും ദൈവത്തിന് തകർക്കാൻ പറ്റും. ഓർക്കെ പറയാം, നിനക്കെതിരെ വരുന്ന ശത്രുക്കളെ നിന്റെ മുൻപിൽ വെച്ച് കർത്താവ് തോൽപ്പിക്കും. നിനക്കെതിരായി അവർ ഒരു വഴിയിലൂടെ വരും, 7 വഴിയിലൂടെ പലായനം ചെയ്യും. ആമേൻ, ആമേൻ, ആമേൻ. എന്തുകൊണ്ടാ പ്രിയപ്പെട്ടവരെ നിനക്കെതിരെ വരുന്ന ശത്രുവിനെ നിന്റെ മുമ്പിൽ വെച്ച് കർത്താവ് തോൽപ്പിക്കുമെന്ന് നമുക്ക് ഒരു ഉടമ്പടി തന്നിരിക്കുന്ന, ഒരു വാഗ്ദാനം തന്നിരിക്കുന്നത്? നിന്റെയും എന്റെയും നമ്മളുടെയും സംരക്ഷകൻ ആരാ? സർവശക്തനായ ദൈവമാണ്. ആ ദൈവമാണ് നമ്മളെ സംരക്ഷിക്കുന്നത്. വചനം പറയുന്നു, 2 മക്കവേർ 3:39 പറയുകയാണ്, സ്വർഗ്ഗസ്ഥനായ ദൈവമാണ് അവിടെ കാക്കുന്നത്. ഹല്ലേലൂയ. അതിന് സഹായം എത്തിക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. അതിനെ ഉപദ്രവിക്കുന്നവരെ അവിടുന്ന് പ്രഹരിച്ച് നശിപ്പിക്കും. ആമേൻ. ഹല്ലേലൂയ. സ്വരമുയർത്തി നമുക്ക് ആ വചനം പറയാം, സ്വർഗ്ഗസ്ഥനായ ദൈവമാണ് അവിടെ കാക്കുന്നതും അതിന് സഹായം എത്തിക്കുന്നതും. കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ടൊന്ന് വിശ്വസിച്ച്, ദൈവമേ, അങ്ങനെ ഏൽപ്പിച്ചിരിക്കുന്ന എൻ്റെ കുടുംബത്തെ സംരക്ഷിക്കുന്നത് ദൈവമാണെന്ന്, സ്വർഗ്ഗസ്ഥനായ ദൈവമാണെന്ന്, എൻ്റെ കുടുംബത്തെ കാക്കുന്നത്, എൻ്റെ മക്കളെ കാക്കുന്നത്, എൻ്റെ ഉപജീവന മാർഗങ്ങളെ കാക്കുന്നത്, എനിക്ക് സംരക്ഷണം നൽകുന്നത് വളരെ ശക്തമായിട്ട് ദൈവം തുറന്നു പറഞ്ഞിരിക്കുകയാണ്. സ്വർഗ്ഗസ്ഥനായ ദൈവമാണ് അവിടെ കാക്കുന്നത്, അവിടുന്ന് സഹായം എത്തിക്കുന്നത്. നിനക്ക് വേണ്ടത് വേണ്ട സമയത്ത് വേണ്ടപ്പെട്ടവരിലൂടെ നിന്റെ അടുത്തെത്തിക്കുന്നത്, നിന്റെ കുടുംബത്തിലെത്തിക്കുന്നത്, നിന്റെ ജീവിതത്തിലെത്തിക്കുന്നത് നിന്റെ ദൈവമാണെന്ന്. ആകയാൽ അത്രമാത്രം ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവയെ ഉപദ്രവിക്കുന്നവരെ അവിടുന്ന് എന്ത് ചെയ്യും? പ്രഹരിച്ച് നശിപ്പിക്കും. ആമേൻ. സർവ്വീർത്തി. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. വലത്തുകര ഉയർത്തി നമുക്ക് വചനം ഒരുക്കിക്കൊണ്ട് പറയാം, നമ്മുടെ കുടുംബങ്ങളെ മനസ്സിൽ കാണുക, നമ്മുടെ ഉപജീവന മാർഗങ്ങളെ മനസ്സിൽ കാണുക, നമ്മുടെ ബിസിനസ് മേഖലകളെ മനസ്സിൽ കാണുക, നമ്മുടെ ശുശ്രൂഷ മേഖലകളെ മനസ്സിൽ കാണുക. ഒരുമിച്ചേറ്റ് പറയുക, സ്വർഗ്ഗസ്ഥനായ ദൈവമാണ് അവിടെ കാക്കുന്നതും സഹായം എത്തിക്കുന്നതും. അവിടുന്ന് അവരെ ഉപദ്രവിക്കുന്നവരെ അവിടുന്ന് പ്രഹരിച്ച് നശിപ്പിക്കുന്നു. സ്വരമുയർത്തി. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ആരുടെ നേരെയാണ് കരങ്ങൾ വിരിച്ചു പിടിക്കുന്നതെന്നും ആരോടാണ് പ്രാർത്ഥിക്കുന്നതെന്നും
നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു വ്യക്തമായൊരു ബോധ്യം മോശയ്ക്കുണ്ടായിരുന്നത് പോലെ ഉണ്ടാകണം. ആമേൻ, ഹല്ലേലൂയ. ആ മോശ ദൈവത്തിൻ്റെ വിളി സ്വീകരിച്ച് ഇറങ്ങി പുറപ്പെട്ടപ്പോൾ മോശയുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളെ മോശ തരണം ചെയ്ത് മുന്നോട്ട് പോയപ്പോൾ മോശ അനുഭവിച്ചത് എന്താണ്? എന്നെ വിളിച്ച ദൈവത്തിൻ്റെ ശക്തിയാണ്, എന്നെ തിരഞ്ഞെടുത്ത ദൈവത്തിൻ്റെ സംരക്ഷണമാണ്, എന്നെ ഇറക്കി വിട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് മോശ അനുഭവിച്ചത്. ആമേൻ, ഹല്ലേലൂയ. ആമേൻ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, മോശ ദൈവത്തെ അറിഞ്ഞത് ഒരു കോളേജുകളിലും പോയിരുന്ന് പഠിക്കുമല്ലായിരുന്നു. മോശ ദൈവത്തെ പഠിച്ചത്, മോശ ദൈവത്തെ അറിഞ്ഞത്, അനുഭവിച്ചത് എപ്പോഴാണ്? ദൈവം പറഞ്ഞ വഴികളിലൂടെ ഇറങ്ങി നടന്നപ്പോൾ ഉണ്ടായ ദുഃഖ ദുരിതങ്ങളിൽ, അനുഭവിച്ച വേദനകളിൽ ദൈവം കൂടെയുണ്ടെന്നും ഈ ദൈവം സർവശക്തനാണെന്നും ദൈവം പ്രവർത്തിക്കുമെന്നും ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അനുഭവത്തിൽ നിന്ന് പഠിച്ചു. ആമേൻ, ഹല്ലേലൂയ. ഇത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പ്രിയപ്പെട്ടവരെ, ഇത് നമുക്ക് ബോധ്യമാക്കി തരാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ നിരവധിയായ പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ശരിയാണോ? ആണോ? ഒരു പുസ്തകം വായിച്ചാൽ ഇത് നമുക്ക് മനസ്സിലാകിയല്ല. ആരെങ്കിലും അനുഭവിച്ചത് എഴുതി വെച്ചിരിക്കുന്നത് വായിച്ചു നോക്കി പഠിക്കാൻ തുടങ്ങിയാൽ നമുക്കത് മനസ്സിലാകിയല്ല. നമ്മൾ തന്നെ എഴുതണം, നമ്മൾ തന്നെ എഴുതണം. ഞാൻ വിശ്വസിക്കുന്ന, ഞാൻ കരം പിടിച്ചിരിക്കുന്ന, എൻ്റെ കരം പിടിച്ചിരിക്കുന്ന എൻ്റെ ദൈവത്തെ അനുഭവിച്ചറിയണമെങ്കിൽ ഇതേ വഴിയുള്ളൂ. ആമേൻ, ഹല്ലേലൂയ. സ്വരമേതി പറഞ്ഞ ആമേൻ, ഹല്ലേലൂയ. ആമേൻ, ഹല്ലേലൂയ. അതാണ് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ കരങ്ങൾ വിരിച്ച് പിടിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ, ദൈവത്തിൻ്റെ ആ സ്വരം നമ്മൾ കേട്ട് ഹൃദയം തുറന്നങ്ങ് വെക്കുമ്പോൾ നമുക്ക് മൂന്നാമതായിട്ടൊരു കൃപ കിട്ടുകയാണ്. ഒന്ന്, എന്താ സിസ്റ്റർ പറഞ്ഞത്? ഒന്ന്, പ്രാർത്ഥിക്കുന്നവർക്കുണ്ടായിരിക്കേണ്ട ശ്രവണം, അല്ലേ? രണ്ട്, സിസ്റ്റർ പറഞ്ഞത് എന്താണ്? ഹൃദയത്തിൻ്റെ ആ തുറവി. മൂന്നാമതായിട്ട് സിസ്റ്റർ പറയുന്നത്, ആ ഒരു വഴിയിലൂടെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ അറിയുന്ന ഒരു ദൈവം. ആമേൻ, ഹല്ലേലൂയ. ആമേൻ, ഹല്ലേലൂയ. ഈ അന്ധനായ യാചകൻ എവിടെ പോയി ദൈവത്തെക്കുറിച്ച് പഠിച്ചിട്ടാണ് ദാവീദിന്റെ പുത്രാ എന്നിൽ കനിയണമേ എന്ന് വിളിച്ച് പറഞ്ഞ് പ്രാർത്ഥിച്ചത്? അല്ലേ? എവിടെയെങ്കിലും പോയിരുന്ന് ദൈവത്തെക്കുറിച്ച് കേട്ട് പഠിച്ച് എഴുതി മനസ്സിലാക്കിയിട്ടാണോ അന്ധനായ യാചകൻ യേശുവാണ്, നസറേനായ യേശു ക്രിസ്തുവാണ് ആ കടന്നു പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ ആ നാമത്തിൽ വിശ്വസിച്ച് ഉറക്കെ നിലവിളിച്ച് പ്രാർത്ഥിക്കാൻ പ്രേരണ കൊടുത്തത് ആരാണ്? സാധിച്ചത് എങ്ങനെയാണ്? ദൈവത്തിന്റെ കൃപ. ആമേൻ, ഹല്ലേലൂയ. ആമേൻ, ഹല്ലേലൂയ. ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അറിവ്, സ്വന്തം ജീവിത അനുഭവങ്ങളിൽ നിന്ന് അറിയുന്ന ഒരു ദൈവം. ആമേൻ, ഹല്ലേലൂയ. ആ അറിവിൽ നിന്നാണ് നമ്മൾ ദൈവാനുഭവമുള്ള മനുഷ്യരായി മാറുന്നത്. 4, അറിവ് നമ്മളെ എന്തിലേക്ക് എത്തിക്കുന്നു? ദൈവാനുഭവത്തിലേക്ക് എത്തിക്കുന്നു. ഈ അനുഭവം എന്ന് പറയുന്നത് ആർക്കും എടുത്തു കളയാൻ പറ്റുന്നതല്ല, ആർക്കും ഇതിൻ്റെ മേൽ സ്വാധീനം ചെലുത്താൻ പറ്റുന്നതല്ല. ഇതാണ് ഞാൻ എൻ്റെ ദൈവത്തെ അറിഞ്ഞ് അനുഭവിക്കുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത്. ഇതാണ് വചനം പറയുകയാണ്. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 4-ാമത്തെ അധ്യായം 17-19 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. ആദ്യം അവനെ ക്ലിഷ്ടമാർഗങ്ങളിലൂടെ നയിക്കും എന്ന് പറഞ്ഞാൽ കഷ്ടമാർഗങ്ങളിലൂടെ നയിക്കും, ദുഃഖ ദുരിതങ്ങളിലൂടെ നയിക്കും. വചനം പറയുന്നു, അങ്ങനെ അവനിൽ ഭയവും ഭീരുത്വവും ഉളവാകും. ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ പോലും മനുഷ്യ സഹജമായിട്ടുള്ള ആ ഭയവും ഭീരുത്വവും ഒക്കെ നമ്മുടെ ഉള്ളിലുണ്ടാകും. ഇത് മുന്നോട്ട് പോകുമോ, നമുക്ക് എന്ത് സംഭവിക്കും, അങ്ങനെയൊക്കെ നമുക്ക് തോന്നും. എന്നാൽ വചനം പറയുന്നു, അവനിൽ വിശ്വാസം ഉറയ്ക്കുന്നത് വരെ അവൾ തൻ്റെ ശിക്ഷണത്താൽ അവനെ പീഡിപ്പിക്കും. ആമേൻ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഒരു തുള്ളി കണ്ണുനീരിന് കാരണമാകുന്ന ഏതൊരു സങ്കടത്തിലൂടെയും ദൈവം എനിക്ക് തരുന്ന വലിയൊരു കൃപയുണ്ട്. അതാണ് വിശ്വാസത്തിന്റെ കൃപ. ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞ അതുകൊണ്ട് വചനം പറയുന്നത്, വിശ്വാസം ഉറയ്ക്കുന്നത് എപ്പോഴാ? നമ്മുടെ ജീവിതത്തിൻ്റെ വലിയ പ്രതിസന്ധികളുടെ നിമിഷങ്ങളിലാണ് നമ്മുടെ വിശ്വാസം ഉറയ്ക്കുന്നത്. അപ്പോൾ വിശ്വാസം ഉറയ്ക്കേണ്ടത് ആവശ്യമായതുകൊണ്ട് ദൈവം എന്ത് ചെയ്യും? നമ്മുടെ വിശ്വാസത്തെ ഉറപ്പിക്കാൻ, ഞാൻ ആരിലാണ് വിശ്വസിക്കുന്നതെന്ന്, ആരാണ് എൻ്റെ കൂടെയുള്ളതെന്ന്, ആരാണ് എൻ്റെ കൈക്ക് പിടിച്ചിരിക്കുന്നതെന്ന് എനിക്ക് തന്നെ ഒരു ബോധ്യം വരാൻ വേണ്ടി ദൈവം എന്ത് ചെയ്യും?
സഹനങ്ങളൊക്കെ തരും നമുക്ക്. കൊണ്ട് വചനം പറയാണ്, വിശ്വാസം ഉറയ്ക്കുന്നത് വരെ അവൾ തൻ്റെ ശിക്ഷണത്താൽ അവനെ പീഡിപ്പിക്കും. വീണ്ടും പറയുന്നു, തൻ്റെ ശ്വാസനകൾ വഴി അവനെ പരീക്ഷിക്കുകയും ചെയ്യും. വിശ്വസിക്കുന്നുണ്ടോ, ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി നമ്മളെ പരീക്ഷിക്കുകയും ചെയ്യും. ബാക്കി നോക്കി, അതിനുശേഷം അവൾ നേർവഴി കാട്ടി അവനെ ആനന്ദിപ്പിക്കുകയും അവന് തൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്യും. ആമേൻ. വലത്തേർ വീഴ്ത്തി പറഞ്ഞേ ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. അതിൻ്റെ താഴെ, അവൻ വഴിതെറ്റിപ്പോയാൽ അവൾ അവനെ പരിത്യജിക്കുകയും നാശത്തിന് വിട്ടുകൊടുക്കുകയും ചെയ്യും. അതായത് ദൈവത്തിൻ്റെ പദ്ധതിയിൽ നിന്ന് പിന്മാറിപ്പോയാൽ, ദൈവം നിനക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്ന വഴികളിൽ നിന്ന് പിന്മാറിപ്പോയാൽ എന്ത് സംഭവിക്കുന്ന വചനം പറയുന്നത്? ദൈവം തന്നെ നിന്നെ പരിത്യജിക്കുകയും നാശത്തിന് വിട്ടുകൊടുക്കുകയും ചെയ്യും. വലത്തുകരമുയർത്തി എല്ലാവരും ഉണർവോടെ എന്ന് പറഞ്ഞേ ആമേൻ, ഹല്ലേലൂയ. സ്വരമുയർത്തി പറഞ്ഞേ ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ നമ്മൾ കടന്നു പോകുമ്പോൾ തൊട്ടറിയുന്ന, കണ്ടറിയുന്ന, അനുഭവിച്ചറിയുന്ന ഒരു ദൈവത്തെ, അറിവ്, ദൈവത്തെക്കുറിച്ചുള്ള അറിവ്, ആ അറിവ് എന്നെ വലിയൊരു അനുഭവത്തിലേക്ക് എത്തിക്കുന്നു. ആ അനുഭവം എന്നെ വലിയൊരു സ്നേഹാധിഷ്ഠിത തലത്തിലേക്ക് എത്തിക്കുന്നു. ദൈവവും ഞാനും തമ്മിലുള്ള വലിയൊരു സ്നേഹത്തിലേക്ക് എന്നെ എത്തിക്കുകയാണ്. ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, വിലാപത്തിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ 19-ാമത്തെ വചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുക, എൻ്റെ കഷ്ടതയുടെയും അലച്ചിലിൻ്റെയും ഓർമ്മ കൈപ്പേറിയ വിഷമാണ്. അതിനെക്കുറിച്ച് നിരന്തരം ചിന്തിച്ച് ചിന്തിച്ച് എൻ്റെ മനം തകരുന്നു. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ദൈവവും നമ്മളും തമ്മിലുള്ള ആ ബന്ധം ഒരു വലിയ സ്നേഹാധിഷ്ഠിതമായി മാറിയാൽ അവിടെ പിന്നെ നമ്മൾ സങ്കടപ്പെടേണ്ട കാര്യമില്ല, നിരാശപ്പെടേണ്ട കാര്യമില്ല. വചനം കണ്ടോ, എൻ്റെ കഷ്ടതയുടെയും അലച്ചിലിൻ്റെയും ഓർമ്മ അതൊരു കൈപ്പേറിയ വിഷമാണ്. അതിനെപ്പറ്റി നിരന്തരം ചിന്തിച്ച് ചിന്തിച്ച് എൻ്റെ മനം തകരുന്നു. എന്നാൽ വചനം പറയുകയാണ്, എന്നാൽ ഒരു കാര്യം ഞാൻ ഓർക്കുന്നു, എനിക്ക് ഓർക്കാനൊരു കാര്യമുണ്ട്. അതെന്താണ്? അതെനിക്ക് പ്രത്യാശ തരുന്നൊരു കാര്യമാണ്. അതേ ഒരേ ഒരു കാര്യമാണ്. എന്നെ നിരാശയിൽ നിന്ന്, ദുഃഖത്തിൽ നിന്ന്, കുറ്റബോധത്തിൽ നിന്ന്, സങ്കടത്തിൽ നിന്ന് എന്നെ വിടുവിക്കുന്ന, വിമോചനം നൽകുന്ന ഒരേ ഒരു കാര്യമാണ്. വചനം പറയുന്നു, കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല. എന്ന് പറഞ്ഞേ, കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല. അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല. പറഞ്ഞേ, അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല. വീണ്ടും പറഞ്ഞേ, ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ്. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ലെന്നും അവിടുത്തെ കാരുണ്യം ഒരിക്കലും അവസാനിക്കുന്നില്ലെന്നും ഒരു വ്യക്തി അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വളരെ ശാന്തരായി, നമ്മൾ വലിയ വിമോചനം നേടി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ടാണ് തിരുവചനം നിയമാവർത്തനം 33, 26, 27 വചനങ്ങളിൽ ഇങ്ങനെ പറയുകയാണ്, യശറൂൺ, നിന്റെ ദൈവത്തെ പോലെ ഒരു ദൈവമില്ല. ആമേൻ, ഹല്ലേലൂയ. നിന്റെ ദൈവത്തെ പോലെ ഒരു ദൈവം വേറെ ഇല്ല, അല്ലേ? നിന്നെ സഹായിക്കാൻ നിനക്ക് എപ്പോഴാണോ ആവശ്യമുള്ളത് ആ സമയത്ത് നിന്നെ സഹായിക്കാൻ അവിടുന്ന് വിഹായസിലൂടെ മഹത്വപൂർണനായി മേഘത്തിന്മേൽ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നു. സ്വരമുയർത്തി പറഞ്ഞേ ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. നിത്യനായ ദൈവം നിന്റെ അഭയം താങ്ങാൻ ശാശ്വതമായ കസ്തങ്ങൾ അവിടുന്ന് നിന്റെ ശത്രുവിനെ തട്ടിമാറ്റും. ആമേൻ, ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ആമേൻ, ഹല്ലേലൂയ. അവിടുന്ന് നിന്റെ ശത്രുവിനെ, അതാരാ? പിശാച, അല്ലേ? അത് തിന്മയുടെ പക്ഷക്കാരാണ്, അത് ദുഷ്ടപിശാചാണ്. അതാണ് ശത്രു. നമ്മുടെ അയൽക്കാരല്ല, നമ്മുടെ സ്നേഹിതരല്ല. പിന്നെ ആരാണ്? ദുഷ്ടപിശാച്. ദൈവത്തിനെതിരെ നിൽക്കുന്ന, ദൈവത്തിൻ്റെ പദ്ധതികൾക്കെതിരെ നിൽക്കുന്ന ദുഷ്ടപിശാച്. ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ട് വചനം പറഞ്ഞേ, ഉറക്കെ പറഞ്ഞേ, ഒരുമിച്ച് പറഞ്ഞേ, യശറൂൺ, നിന്റെ ദൈവത്തെ പോലെ ആരുമില്ല. നിന്നെ സഹായിക്കാൻ അവിടുന്ന് വിഹായസിലൂടെ മഹത്വപൂർണ
മഹത്വപൂർണനായി മേഘത്തിന്മേൽ സഞ്ചരിക്കുന്നു. നിത്യനായ ദൈവം നിന്റെ അഭയം താങ്ങാൻ ശാശ്വതമായ ഹസ്തങ്ങൾ അവിടുന്ന് നിന്റെ ശത്രുവിനെ തട്ടിമാറ്റും, സംഹരിക്കും. അവിടുന്ന് പറയുന്നു. ആമേൻ, 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 ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 4:42 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. അവർ ആ സ്ത്രീയോട് പറഞ്ഞു, ഇനിമേൽ ഞങ്ങൾ വിശ്വസിക്കുന്നത്. എന്താ പറഞ്ഞത്? അവർ ആരാ? സമറിയായിലെ ജനങ്ങളാണ്. അവർ ആ സ്ത്രീയോട് പറഞ്ഞു. ഏതാ സ്ത്രീ? സമറിയക്കാരി സ്ത്രീ. എന്താ പറഞ്ഞത്? ഇനിമേൽ ഞങ്ങൾ വിശ്വസിക്കുന്നത് നിൻ്റെ വാക്ക് മൂലം അല്ല, നീ പറഞ്ഞത് കൊണ്ടല്ല, നിൻ്റെ അനുഭവങ്ങൾ പറഞ്ഞത് കൊണ്ടല്ല, മറിച്ച് ഞങ്ങൾ തന്നെ നേരിട്ട് ശ്രവിക്കുകയും ഇവനാണ് യഥാർത്ഥത്തിൽ ലോകരക്ഷകനെന്ന് മനസ്സിലാക്കുകയും ചെയ്തിരിക്കുന്നു. ആമേൻ. സ്വരമുയർത്തി പറഞ്ഞേ ആമേൻ, ഹല്ലേലൂയ. അതായത് ആരും എന്നോട് പറഞ്ഞിട്ടല്ല, ആരുടെയും നിർബന്ധം കൊണ്ടല്ല, മറിച്ച് എനിക്ക് മനസ്സിലായിരിക്കുന്നു എൻ്റെ രക്ഷകൻ, എൻ്റെ ദൈവം ആരാണെന്ന് എനിക്ക് മനസ്സിലായിരിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ഇതാണ് പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതം മുഴുവനെയും ദൈവത്തിങ്കിലേക്ക് കൊണ്ടുവന്നിട്ട് ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന എല്ലാ ഉത്തരവാദിത്തങ്ങളും ദൈവത്തിന് മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട്, മോശെ അതാ ചെയ്തത്. ദൈവം ഏൽപ്പിച്ച ഉത്തരവാദിത്തം ചെയ്തുകൊണ്ട്, ദൈവത്തിൻ്റെ ജനത്തെ സമർപ്പിച്ചുകൊണ്ട്, അതിന് തടസ്സം നിൽക്കുന്ന എല്ലാ മേഖലകളെയും സമർപ്പിച്ചുകൊണ്ട് കരങ്ങൾ വിരിച്ചു, ദൈവത്തിൻ്റെ നേർക്ക് നോക്കി. ഇതുപോലെ പ്രിയപ്പെട്ടവരെ, എല്ലാ കുടുംബനാഥന്മാരും എന്ത് ചെയ്യണം? നിങ്ങളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ആ കുടുംബത്തെ ദൈവത്തിൻ്റെ ശക്തമായ സംരക്ഷണയിലേക്കും പരിപാലനയിലേക്കും നിയന്ത്രണത്തിലേക്കും കൊണ്ടുവന്നിട്ട് ഇതുപോലെ പ്രാർത്ഥിക്കണം ദൈവത്തോട്. അങ്ങനെ പ്രാർത്ഥന വീരാൻ തുടങ്ങുമ്പോൾ ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നു. ഇന്ന് നമ്മുടെ സിബിനച്ചൻ പറഞ്ഞതുപോലെ നമ്മുടെ കുടുംബ ജീവിതത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങുന്നു. വലത്തേറുമേർത്തി ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ബെനഡിക്റ്റ് മാർപ്പാപ്പ പറയുന്ന ഒരു കാര്യമുണ്ട്. വിശ്വാസത്തിൻ്റെ വാതിൽ എന്ന പ്രമാണരേഖയിലൂടെ ബെനഡിക്റ്റ് മാർപ്പാപ്പ പറയുകയാണ്, നാം വിശ്വസിക്കുന്നത് ഒറ്റയ്ക്കല്ല. പറഞ്ഞേ, ഞാൻ വിശ്വസിക്കുന്നത് ഒറ്റയ്ക്കല്ല. ഞാൻ ഈ പറയുന്ന വചനങ്ങളിലെല്ലാം വിശ്വസിക്കുന്നത്, കുദാശകളിൽ വിശ്വസിക്കുന്നത്, പ്രാർത്ഥനാ ജീവിതത്തിൽ വിശ്വസിക്കുന്നത്, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തിൽ വിശ്വസിക്കുന്നത് ഒറ്റയ്ക്കല്ല. പിന്നെ എങ്ങനെയാണ്? തിരുസഭയാകുന്ന കുടുംബത്തോട് ചേർന്നാണ്. കണ്ടോ? തിരുസഭയാകുന്ന കുടുംബത്തോട് ചേർന്ന് പറയുമ്പോൾ അതൊരു വലിയ സൈന്യമാണ്. ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. അപ്പം ദൈവത്തിൽ വിശ്വസിക്കുന്ന, ദൈവത്തിങ്കിലേക്ക് കരങ്ങൾ ഉയർത്തുന്ന, ദൈവത്തിന് അഭിമുഖമായി നിൽക്കുന്ന, ദൈവത്തിൻ്റെ പദ്ധതികൾ ഏറ്റെടുക്കാൻ തയ്യാറാകുന്ന എല്ലാവരും ചേർന്നാണ് ഈ തിരുസഭ. അപ്പം തിരുസഭയാകുന്ന കുടുംബത്തോട് ചേർന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രാർത്ഥിക്കുന്നത്, പ്രവർത്തിക്കുന്നത്. ഹല്ലേലൂയ. അപ്പം സഭയുടെ മുഴുവൻ പ്രൊട്ടക്ഷനും, സഭയുടെ മുഴുവൻ അനുഗ്രഹങ്ങളും നമുക്ക് ലഭിക്കുക. ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. നമുക്ക് ആരാധനയിലേക്ക് കിടക്കാം. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം.